2025 എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. ഏറ്റവും ബിഗ്ഗസ്റ്റ് ലെസൺ എന്താണെന്നറിയാവോ? നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് യുവർ ഹാബിറ്റ്സ്. അപ്പോൾ ഈ 2026 നമുക്ക് സോഫ്റ്റായി പക്ഷെ സ്ട്രോങ്ങർ ആൻഡ് ഇൻറ്റൻഷണൽ ആയിട്ട് മുന്നോട്ട് പോവാം. മറ്റുള്ളവർക്ക് വേണ്ടി ഗ്ലോ അപ്പ് ചെയ്യാതെ ഈ ഇയർ നമുക്ക് വേണ്ടി തന്നെ ഗ്ലോ അപ്പ് ചെയ്യാം. വെൽക്കം ടു 2026 റീസെറ്റ്. വെൽക്കം ടു ഹെർ ട്രൈബ്. നമ്പർ 1 ഈസ് ക്ലോസറ്റ് റീസെറ്റ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്ലോസറ്റ് റീസെറ്റ് ആണ്. കാരണം നമ്മൾ എങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യുന്നത് അത് നമ്മുടെ കോൺഫിഡൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സിനെയും തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളെ കോൺഫിഡൻ്റ് ആക്കുന്ന ഡ്രസ്സ് മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനോടും നോ പറയണം. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓൾസോ മൈൻഡിന് ഒരു ഡീക്ലട്ടർ കൂടിയാണിത്. ഒരുപാട് ഡ്രസ്സുകൾ വാരി വലിച്ചിടാതെ ഞാൻ ഇടുമ്പോൾ എനിക്ക് ഭംഗിയാണ് എന്ന് തോന്നുന്ന ഡ്രസ്സ് മാത്രം സെലക്ട് ചെയ്ത് വെക്കുക. അത് മാത്രം മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മൈൻഡ് സെറ്റ് റീസെറ്റ്, ബിക്കമിങ് ഹെർ. 2026 നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ബെസ്റ്റ് വേർഷൻ ആകണ്ടേ? മടിപിടിച്ചിരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കാതെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻറ്റൻഷനലി ഡ്രസ്സ് ചെയ്യാനും നോ പറയേണ്ടിടത്ത് നോ പറയുകയും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനും പഠിക്കണം. ആരെയും കാണിക്കാനോ ബോധിപ്പിക്കാനോ ഒന്നുമല്ല, ഫോർ യു, യുവർ ഫ്യൂച്ചർ സെൽഫ്. ഈ ഇയർ ട്രെൻഡ്സിന് പിറകെ പോകാതെ സ്വന്തമായിട്ട് ഒരു സ്റ്റൈൽ കണ്ടുപിടിച്ച് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ സ്റ്റൈൽ. സെലക്ട് ചെയ്യുന്ന കളേഴ്സ്, ജ്വല്ലറി, പെർഫ്യൂം എല്ലാത്തിലും നിങ്ങളുടേതായ സിഗ്നേച്ചർ കൊണ്ടുവരിക. ഫാഷൻ ദാറ്റ് ഫീൽസ് ലൈക്ക് ഹോം, ഫാഷൻ ദാറ്റ് ഫീൽസ് ലൈക്ക് മീ. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ഗോൾസ് ആൻഡ് ഗ്രോത്ത്. നമ്മൾ എത്രയൊക്കെ സക്സസ് ആയി എന്ന് പറഞ്ഞാലും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഗ്രോത്ത് ലൈഫിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കൊപ്പം നമ്മൾ നിൽക്കണം. കാഴ്ചക്കാരെ പോലെ നിന്ന് വിമർശിച്ച് ലാസ്റ്റ് കൈയടിക്കേണ്ട സമയമാകുമ്പോൾ എത്തുന്ന ആളുകളുണ്ട്. ബിവെയർ ഓഫ് ദം. നിങ്ങളുടേതായ ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എൻ്റെ ഷോർട്ട് ടേം ഗോൾ എന്നത് ഒരു 6 months 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. ആൻഡ് എൻ്റെ ലോങ് ടേം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റുട്ടീൻ ആയിരിക്കും. ആൻഡ് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എൻ്റെ ഷോർട്ട് ടേം ഗോൾസും ലോങ് ടേം ഗോൾസും എന്താണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്യും. അപ്പോൾ ഷോർട്ട് ടേം ഗോൾസിൽ 500 സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ ഗോളെങ്കിൽ അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എൻ്റെ കോണ്ടന്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കും. ആൻഡ് ലോങ് ടേം ഗോളിലും അതുപോലെ തന്നെയാണ്. ഒരു ഹെൽത്തി റുട്ടീൻ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എൻ്റെ ഹെൽത്ത് റീസെറ്റ്, അതായത് ജിമ്മിൽ പോകണമോ അതോ എക്സസൈസ് ഏതാണ് എനിക്ക് പറ്റിയ എക്സസൈസ്, എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ എക്സസൈസ്, ആൻഡ് എൻ്റെ ഫുഡ്, ന്യൂട്രീഷൻ, ഇതൊക്കെ എന്തൊക്കെയായിരിക്കും എനിക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടും കിട്ടുന്ന ഐറ്റംസ് കൊണ്ട് എനിക്ക് എങ്ങനെയായിരിക്കും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും. നമുക്ക് എന്തൊക്കെ ഗോൾസാണ് ഉള്ളതെന്നും അതെങ്ങനെയൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. ഓൾസോ വിഷൻ സെറ്റ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് 2026 കഴിയുമെങ്കിൽ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു വലിയ ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ ഒരു ബോർഡ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗോൾസ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ കരിയർ ആകാം, ജിം ആകാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ ആകാം. അപ്പോൾ അങ്ങനെ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ചാറ്റ് ജി പി യോട് ചോദിക്കുക, നിങ്ങളുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ പിക്ക്, ജിമ്മിൽ പോകുന്ന ഒരു പിക്ക്, ആൻഡ് അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഗോൾസ് ഉള്ളത് അതൊക്കെ ഒരു ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മൂഡ് ബോർഡ് സെറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 2026 നമുക്ക് നമ്മുടെ ബെസ്റ്റ് ആൻഡ് ബെറ്റർ വേർഷൻ ആകാം. ബൈ.